لبيك اللهم لبيك لبيك لا شريك لك لبيك. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിക്ക് നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് പരിശുദ്ധ മക്കയിൽ പോയി ഹജ്ജും ഉംറയും അതേപോലെ മദീനയിൽ പോയി സിയാറത്തും ചെയ്യാനുള്ള സൗഭാഗ്യം. ആ കർമ്മങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഹാജിമാരെ കാണുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, പ്രത്യേകം സുന്നത്തുമാണ്. ഒന്നാമതായി ആ ഹാജിയോട് സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്യുക. സലാം പറയുന്നവർ പരസ്പരം സലാം പറയാനും അതേപോലെ മുസാഫഹത്ത് ചെയ്യാനും പറ്റിയ ആളുകളായിരിക്കണം. അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ അത് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ആലിംഗനം ചെയ്യുക, അത് പ്രത്യേകം സുന്നത്താണ്. ഹാജിയെ ആലിംഗനം ചെയ്യുക. അതിനുശേഷം ഒരു ദിക്റുണ്ട്, ആ ദിക്ർ ചൊല്ലുക. അത് ആ ഹാജിക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥന കൂടിയാണ്. ഖബിലല്ലാഹു ഹജ്ജക വഗഫറ ദംബക വഅഖ്ലഫ നഫഖതക. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ഖബിലല്ലാഹു ഹജ്ജക, അള്ളാഹു താങ്കളുടെ ഹജ്ജ് സ്വീകരിക്കട്ടെ. വഗഫറ ദംബക, താങ്കളുടെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരട്ടെ. വഅഖ്ലഫ നഫഖതക, താങ്കളുടെ ചെലവുകൾക്ക് പകരം അള്ളാഹു നൽകുകയും ചെയ്യട്ടെ. ഈ പ്രാർത്ഥന ആ ഹാജിക്ക് വേണ്ടി ചെയ്യൽ നമുക്ക് സുന്നത്താണ്. അത് കഴിഞ്ഞ് ഹാജിയോട് ദുആ ചെയ്യാൻ വേണ്ടി നാം പറയുക. കാരണം ഹാജിയുടെ ദുആക്ക് പ്രത്യേകം ഉത്തരമുണ്ട്. ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഖലീഫയായ മഹാനായ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ഹാജി ഹജ്ജ് ചെയ്തത് മുതൽ റബീഉൽ അവ്വൽ 20 വരെ ആർക്കൊക്കെ വേണ്ടിയാണോ പൊറുക്കലിനെ തേടുന്നത് അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഒരാൾ ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ അയാൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്നതിന് മുമ്പായി മുൻഗാമികളായ ആളുകളൊക്കെ, മഹാന്മാരൊക്കെ ആ ഹാജിയെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. ഈ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കുക. പരിശുദ്ധ ഹജ്ജ് കർമ്മം കഴിഞ്ഞ് തിരിച്ചു വരാൻ ഉള്ള അവസരം ആയിട്ടുണ്ട്. പല ഹാജിമാരും നാട്ടിലേക്ക് വരുന്ന സമയത്ത് നാം അവരോട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്രകാരമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വർഷം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പങ്കെടുത്ത എല്ലാവരുടെയും ഹജ്ജും ഉംറയും മഖബൂലും മബ്റൂറുമാക്കട്ടെ, സിയാറത്ത് മർളിയാക്കട്ടെ. അതുപോലെ പരിശുദ്ധമായ ഭൂമികൾ കാണാനും ഹജ്ജും ഉംറയും സിയാറത്തും നിർവഹിക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.